എന്തുകൊണ്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിനായി മെയ് 7 തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് പുലർച്ചെ ആക്രമണം നടത്തി? നേവി ഈ ആക്രമണത്തിൽ പങ്കെടുത്തിരുന്നു തുടങ്ങിയതെല്ലാം വളരെ കാലമായി പല കോണിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. ഒടുവിൽ കുട്ടികളുടെ മുമ്പിൽ മനസ്സ് തുറന്ന് നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ പറഞ്ഞ വിവരങ്ങൾ ഇങ്ങനെയാണ്. പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ തന്നെ തിരിച്ചടിക്കാൻ തീരുമാനമെടുത്തിരുന്നു. തിരിച്ചടിക്കാനുള്ള സമയവും തീയതിയുമാണ് പിന്നീട് തീരുമാനിക്കപ്പെടാൻ ഉണ്ടായിരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ബാലക്കോട്ട് ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു. പക്ഷേ അന്ന് ഉപഗ്രഹ ചിത്രങ്ങളോ ഫോട്ടോകളുടെ ഒന്നും സഹായമില്ലാതെ തന്നെയായിരുന്നു നമ്മൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇരുട്ടിൽ നല്ല തെളിഞ്ഞ ചിത്രങ്ങൾ കിട്ടാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതുണ്ടായില്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള ഇമേജറി നമുക്ക് ലഭ്യമാക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു. അതിലുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് കൂടുകയും ചെയ്തു. സാധാരണഗതിയിൽ നമ്മൾ തിരിച്ചടിക്കായി തിരഞ്ഞെടുക്കുന്ന സമയം പുലർച്ചെ 5:30-നും 6 മണിക്കുമാണ്. പക്ഷേ ഇത്തവണ തങ്ങളത് ഉപയോഗിച്ചില്ല. അതിന് കാരണം ആസാൻ നിസ്കാര സമയമാണ് 5:30 to 6 വരെ. അതുകൊണ്ട് തന്നെ ആക്രമണം നടത്തിയാൽ കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടാകും, സാധാരണപ്പെട്ടവർ കൊല്ലപ്പെടുമെന്ന് കരുതിയത് കൊണ്ടാണ് പുലർച്ചെ 1 മണിക്ക് തന്നെ ആക്രമണം നടത്താൻ അല്ലെങ്കിൽ തിരിച്ചടി നൽകാൻ തങ്ങൾ തീരുമാനിച്ചത്. അത് നടപ്പാക്കുകയും ചെയ്തു. രണ്ടാമത്തെ ഒരു ചോദ്യം, എന്തുകൊണ്ട് മെയ് 7 ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. മെയ് 6, 7 തീയതികൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കാൻ കാരണം കഴിഞ്ഞ കുറേ കാലമായി പാകിസ്ഥാൻ്റെ പറക്കലുകൾ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്ത്യ. മെയ് 7-ന് പ്രത്യേകിച്ച് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ദിവസം തിരഞ്ഞെടുത്തു. മഴയില്ല, അതാണ് പ്രധാന കാരണം. മൂന്നാമത്തേത്, ഇന്ത്യൻ നാവികസേന ഈ ഒരു ഓപ്പറേഷനിൽ പങ്കെടുത്തോ എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം നൽകുന്ന മറുപടി, സായുധ സേന 7 ലക്ഷ്യങ്ങൾ തകർത്തു, വ്യോമസേന 2 ലക്ഷ്യങ്ങളും തകർത്തു. നാവികസേനയാവട്ടെ S-400, S-120 എന്നിവ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണങ്ങളിലും പങ്കെടുത്തിരുന്നു. അറേബ്യൻ കടലിലും ജമ്മു കാശ്മീർ, പഞ്ചാബ് എന്നിവിടങ്ങളിലും നാവിക് കമാൻഡോകളെയും നാവികസേന വിന്യസിച്ചിരുന്നു. അതായത് അവരും ഇതിൽ പങ്കെടുത്തിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തവണ ഡ്രോണുകൾ കൂടുതലായി ഉപയോഗിച്ചുള്ള ഒരു ആക്രമണ രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ, ഇലക്ട്രോണിക്സ് നിരീക്ഷണം, സിഗ്നൽ ഇൻ്റലിജൻസ് എന്നിവയുടെ മാർഗനിർദ്ദേശപ്രകാരം കൃത്യമായുള്ള ആയുധം ഉപയോഗിച്ച് കൃത്യമായി തന്നെ നമ്മൾ എതിരാളിയെ മലർത്തിയടിച്ചു. എല്ലാ തരത്തിലും കര, കടൽ, ആകാശം ഇവ നമ്മുടെ ആധിപത്യത്തിന് കീഴിലായി. അതോടെ എതിരാളി നിഷ്പ്രഭമായി. ഇതാണ് കുട്ടികൾക്ക് മുമ്പിൽ അനിൽ ചൗഹാൻ പറഞ്ഞ കാര്യം. ഇതോടുകൂടി അനവധി സംശയങ്ങൾക്കത് ഉത്തരമായിരിക്കുന്നു. ഒന്ന്, എന്തുകൊണ്ട് മെയ് 7-ന് ഇത് തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് പുലർച്ചെ 1 മണിക്ക് തന്നെ ആക്രമണം നടത്തി? ഇതിൽ നാവികസേന പങ്കെടുത്തു? എല്ലാത്തിനും ഉത്തരം അനിൽ ചൗഹാൻ നൽകി കഴിയുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്.